നമസ്കാരം, ഞാൻ കൈലാസ്. മാഷും കുട്ടികളും പിന്നെ രക്ഷിതാക്കളും എന്ന വീഡിയോ പരിപാടിയുടെ മൂന്നാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ പറയുന്നത് പ്രധാനമായിട്ടും കഴിഞ്ഞ 2 ഭാഗങ്ങളിൽ രക്ഷിതാക്കളുടെ പ്രാധാന്യം എന്താണ് കുട്ടികളുടെ കാര്യത്തിലുള്ളതെന്ന് പറയുന്ന പോലെ, ഇന്ന് രക്ഷിതാക്കൾക്കും അതുപോലെ തന്നെ അധ്യാപകർക്കും കുട്ടികളുടെ കാര്യത്തിൽ എന്ത് പങ്കാണ് വഹിക്കാനുള്ളതെന്നുള്ളതാണ്. പ്രധാനമായിട്ടും നമ്മൾ കുട്ടികൾക്ക് സ്വപ്നം കാണാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളെപ്പോഴും പറയാറുണ്ട്, നീ വളർന്നു വരുമ്പോൾ ഇന്നതാകണം, അല്ലെങ്കിൽ ഡോക്ടറാകണം, എൻജിനീയർ ആകണം, അതിനുമപ്പുറം സിവിൽ സർവീസ്, ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ നമ്മൾ ആദ്യം നൽകുകയാണ് ചെയ്യുന്നത്. കുട്ടികളെ കൊണ്ട് സ്വപ്നം കാണിക്കുകയല്ല ചെയ്യുന്നത്. നമ്മൾ കൊടുക്കുന്ന സ്വപ്നങ്ങൾ അവർ കണ്ടു വളർന്ന് അവരിലേക്ക് നമ്മൾ ഇഞ്ചക്റ്റ് ചെയ്യുന്നതാണ് സ്വാഭാവികമായിട്ടും ഇന്ന് കണ്ടുവരുന്നൊരു കാര്യം. പക്ഷേ ആ ഒരു രീതിയിലേക്ക് പോകുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത്, വളർന്നു വരുന്ന കുട്ടിയുടെ പഠന നിലവാരം എത്രത്തോളമാണ്. എല്ലാ കുട്ടികളും ഒരുപോലെയാണ്. പക്ഷേ ആ കുട്ടിയുടെ പഠന നിലവാരത്തിൽ ചിലപ്പോൾ താഴ്ചയുണ്ടാവാം, ഉയർച്ച ഉണ്ടാവാം, അവനെക്കൊണ്ട് പറ്റാത്ത കാര്യങ്ങളുണ്ടാവാം. ചിലപ്പോൾ അവൻ നേടാൻ പറ്റുന്നതിനും അപ്പുറമായിരിക്കും നമ്മൾ കൊടുക്കുന്ന സ്വപ്നങ്ങൾ. അപ്പോൾ ഇത് നേടാൻ പറ്റാതെ വരുമ്പോൾ അവനുണ്ടാവുന്ന ഒരു വിഷമമുണ്ടായിരിക്കും. അത് പലപ്പോഴും രക്ഷിതാക്കൾ തിരിച്ചറിയാതെ പോകുന്നു. അവനെ അതിലേക്ക് വലിച്ചിഴക്കപ്പെടുന്നു. അങ്ങനെയൊക്കെ പഠനത്തിൽ നിന്ന് പിന്നോക്കം പോയ കുട്ടികൾ പലരും ജീവിതത്തിൽ ഒന്നുമല്ലാതെ ആയിപ്പോകുന്നുണ്ട്. ഇവിടെ ഇതേ കാര്യം തന്നെയാണ് അധ്യാപകരും ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ മുന്നിലേക്ക് വരുന്ന കുട്ടികൾ, അവർ ഏത് തരത്തിലുള്ള കുട്ടികളായിക്കോട്ടെ, പക്ഷെ അവർക്ക് സ്വപ്നങ്ങൾ കാണാൻ വേണ്ടി പറഞ്ഞു കൊടുക്കണം. പക്ഷെ അവരുടെ സ്വപ്നങ്ങളായിരിക്കണം അത്. അവർ കണ്ട സ്വപ്നങ്ങളായിരിക്കണം. ആ സ്വപ്നത്തിന് എങ്ങനെയാണ് നമ്മൾ വഴി തുറന്നു കൊടുക്കേണ്ടത് എന്നതാണ് ആദ്യം ചിന്തിക്കേണ്ടത്. അവരൊരു ഇന്ന ആഗ്രഹമാണ്, എനിക്ക് ഇന്നതാകണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ അതിനുവേണ്ടി എന്താണ് നമ്മൾ അടിസ്ഥാനപരമായിട്ട് അല്ലെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് എന്ന് നമ്മൾ ആ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കി അവൻ്റെ കഴിവുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവനെ മുന്നോട്ട് നയിക്കാൻ നമ്മുടെ അധ്യാപകർക്കും ഏറ്റവും പ്രധാനമായിട്ട് കഴിയേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ രക്ഷിതാക്കൾക്കും ഈ പറഞ്ഞ പോലെ നമ്മുടെ അധ്യാപകർക്കും സ്വപ്നം കാണാനും ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഉയർച്ചയിലേക്ക് എത്തുവാനും അവൻ്റെ ആഗ്രഹങ്ങൾ നേടുന്നതിനും ഇത് നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ടതും അത്യാവശ്യമാണ്. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശം, ഇതൊരു കാര്യം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ചെറുതാണെങ്കിലും വലിയൊരു കാര്യമാണ്. സ്വപ്നം കാണണം, പക്ഷേ അത് കുട്ടികളുടെ സ്വപ്നത്തിനെ നമ്മൾ ഊടും പാവും നെയ്ത് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും കഴിയണം എന്നതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. അല്ലാതെ ഒരു കാര്യവും അവരെ കുത്തി വച്ച് നമ്മൾ പഴുപ്പിച്ചെടുക്കുന്നത് പോലെ ആകരുത് എന്ന് ഒരു കാര്യം കൂടി ഇതിൽ പറയുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. നന്ദി, നമസ്കാരം.